ഹലോ, നമുക്കൊന്ന് വൈൻ ഇട്ടാലോ? ഇത് ക്രിസ്മസിന് മുമ്പ് ഇട്ടതാണേ. വൈൻ പൊട്ടിച്ചതിന് ശേഷം വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇത്രയും ലാഗായത്. ആദ്യം തന്നെ നമ്മൾ മുന്തിരിങ്ങ 2 കിലോ മുന്തിരിയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അത് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം കഴുകിയെടുക്കുകയാണ് കേട്ടോ. കുറഞ്ഞതൊരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ കഴുകിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടൊരു 2 ലിറ്റർ വെള്ളം, 2 കിലോ മുന്തിരിക്ക് 2 ലിറ്റർ വെള്ളമാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അതെടുത്തിട്ട് നല്ലോണം തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ കഴുകി വെച്ചിരിക്കുന്ന മുന്തിരി ഇടുവാണേ. ഇതിലേക്കൊരു 1.5 കിലോ പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. 1.5 കിലോ ആണ് കേട്ടോ അതിൻ്റെ ഒരു കണക്ക്. ഇതിലേക്കൊരു 2 കഷ്ണം പട്ടയും 10-15 ഏലക്കായും ഒരു 10 ഗ്രാമ്പും കൂടെ നമ്മൾ ചതച്ച് ചേർക്കണ്ടേ. ആ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങി ചെല്ലണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ പതയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ തിളച്ചത് പൊങ്ങിപ്പോരേ. നല്ലോണം പത വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് സൂചി ഗോതമ്പാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ എത്രമാത്രം അതിന് എഫക്റ്റ് വന്നോ അതനുസരിച്ച് സൂചി ഗോതമ്പ് ഇടാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 2 സ്പൂൺ സൂചി ഗോതമ്പും 1 സ്പൂൺ ഈസ്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യാം കേട്ടോ. അതിന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണോ പാത്രങ്ങളോ അതിനകത്തൊന്നും വെള്ളം ഉണ്ടാവരുതേ. വൈൻ പെട്ടെന്ന് ചീത്തയാവാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ ആണെങ്കിൽ. നമ്മൾ ഫാനിൻ്റെ അടിയിൽ വെച്ച് വൈൻ തണുത്തതിന് ശേഷം നമ്മൾ ഭരണിയിൽ വെച്ച് മൂടി വെക്കുകയാണ് കേട്ടോ. എന്നിട്ടൊരു 6 ദിവസം 7 ദിവസം ആയപ്പോഴത്തേക്കുമാണ് വൈൻ പൊട്ടിക്കുന്നത്. ഇത് വൈൻ പൊട്ടിക്കുകയാണേ. പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെയായിരുന്നു നമ്മുടെ വൈൻ ഇരുന്നേച്ച്. പിന്നെ നമ്മളൊരു 3-4 പ്രാവശ്യമെങ്കിലും അത് നല്ലപോലെ അരിച്ചെടുക്കണേ. അരിച്ചെടുത്ത് നല്ലോണം അതിൻ്റെ സത്തൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് നല്ല ടേസ്റ്റിയായ സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല അത്യാവശ്യം നല്ല വീര്യത്തോട് കൂടിയിട്ടുള്ള വൈനായിരുന്നു കേട്ടോ. ഇതിരിക്കും തോറും വീര്യം കൂടിയേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.